ഇന്ന് നമ്മുടെ മെയ്സിൻ്റെ ആദരവ് പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ഇടവകയിലെ 75 വയസ്സും അതിന് മുകളിലുള്ളതായ വ്യക്തികളെ ആദരിക്കുക എന്നതായ ചടങ്ങാണ്. അതോടൊപ്പം തന്നെ ഒരു ദാസൻ്റെ 75ാമത്തെ ജന്മദിനം അറിയില്ല, 80ാമത്തെ ജന്മദിനം ഇന്ന് തന്നെയാണ് വീണിരിക്കുന്നത്. വലച്ചിറക്കാരൻ ജേക്കബേട്ടനാണ്. എല്ലാവർക്കും കയ്യടിയോടുകൂടി ഒരു ജന്മദിന ആശംസകൾ ആ മകനെ അർപ്പിക്കാം. ആ മകൻ്റെ ആ ജന്മദിനത്തിൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവാനായിട്ട് അവർ ലഡു ഇവിടെ വിതരണം ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സന്തോഷം. എല്ലാവിധ ജന്മദിന ആശംസകളും ജേക്കബേട്ടന് ഇടവകയുടെ പേരിൽ നേർന്നുകൊള്ളുന്നു. ഷുഗറുള്ളവരൊന്നും ലഡു കഴിക്കണ്ട കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി ഒരു വലിയൊരു ഹാപ്പി ബർത്ത്ഡേ പാടാം. അതുകൊണ്ട് ജേക്കബേട്ടൻ്റെ ഈ സന്തോഷം നമുക്ക് പൂർണ്ണമാക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജേക്കബേട്ടൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. May the good God bless you. May the good God bless you. May the good God bless dear Jacobette. Happy birthday to you. എല്ലാവിധ ജന്മദിന ആശംസകളും. ജിയോ എപ്പോഴൊക്കെ കണ്ണു കൊടുത്തു കേട്ടോ. ഇടവക മെൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇടവകയിലെ 75 വയസ്സിന് മീതിയുള്ള അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്രയും അനാരോഗ്യത്തിലും കടന്നു വന്ന് ഈ പരിപാടി വളരെ വിജയമാക്കി തീർത്ത എല്ലാവരോടും ആദ്യം നന്ദി പറയുകയാണ്. സമയം വൈകി, നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി പ്രാർത്ഥന. കൊയരംഗങ്ങളാണ് ഗാനം ആലപിച്ചത്. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തത് സ്വാഗത പ്രസംഗം ശ്രീ വർഗീസ് അമ്മടന്തട്ടിൽ, ഇടവക മെയ്സ് സെക്രട്ടറി. എല്ലാവർക്കും നമസ്കാരം. നേരം വൈകി എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നമ്മുടെ ഭംഗിയാക്കി വയ്ക്കുക. ഇന്നത്തെ ചടങ്ങിന് സ്വാഗതം പറയുക എന്നാണ് എൻ്റെ കർത്തവ്യം. ഈ യോഗത്തിന് അധ്യക്ഷപദം വഹിക്കുന്ന ഇടവക വികാരി നമ്മുടെ ഫാദർ ജാക്ക് ചാണ്ടി കാശിശിയെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ യോഗത്തിന് ആശംസകൾ അർപ്പിക്കാൻ വന്നു ചേർന്ന ഉദ്ഘാടനം നടത്താൻ വന്ന കേന്ദ്ര മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ സിൻഡോ ജോസ് കാശിശിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കാൻ വന്നു ചേർന്ന ഇടവക കൈക്കാരൻ MR തിംതിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ഇന്നത്തെ ചടങ്ങിന് ആദരവ് ഏറ്റുവാങ്ങാൻ വന്ന 75 വയസ്സിന് മുകളിലുള്ള ഓരോ വ്യക്തികളെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, മറ്റ് സംഘടനാ ഭാരവാഹികൾ, ഇടവക വിശ്വാസികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി ശ്രീ വർഗീസ്. അടുത്ത അധ്യക്ഷ പ്രസംഗത്തിനായി ഇടവക വികാരി റവറൻ ജാക്സ് അണ്ടി കച്ചിച്ചിയെ ക്ഷണിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട ഉദ്ഘാടകനും എൻ്റെ സഹപ്രവർത്തകനുമായ കേന്ദ്ര മെൻസ് അസോസിയേഷൻ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട റവറൻ സിൻഡോ ജോസ് കശീശ, ഇടവക കൈക്കാരൻ ശ്രീ എം ആർ തിമത്തി, മറ്റിടവക കൈക്കാരൻ വർഗീസ് തേക്കാനത്ത്, ഇടവകയുടെ സഭാ കൗൺസിൽ അംഗങ്ങളായ കേന്ദ്ര മെൻസ് അസോസിയേഷൻ ട്രഷററും കൂടിയായ പ്രിൻസ് എം ആർ, ടോജോ ജെൻസിന് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, മറ്റേ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നതായ ഇടവക വിശ്വാസ സമൂഹമേ, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇന്നത്തെ ഈ ആദരണീയം പരിപാടിയിലെ മുഖ്യ വ്യക്തികളായ ആദരിക്കപ്പെടുന്നതായ ഏറ്റവും ശ്രേഷ്ഠ ജനമേ, ഞങ്ങളുടെ എല്ലാം ടേമിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് സമയങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫെബ്രുവരി മാസമായി, ഏപ്രിൽ ലാസ്റ്റാണ് മാറ്റം. അതിനു മുമ്പ് ഇത്തരത്തിലുള്ളതായൊരു പരിപാടി ഇടവക മെൻസിൻ്റെ നേതൃത്വത്തിൽ ഈ ഇടവകയിൽ സംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ പരസ്പരം കാണുകയും അല്ലെങ്കിൽ വിശുദ്ധ കുർബാന കാണുകയും കുർബാന അനുഭവിക്കാനായിട്ട് നമുക്കിപ്പോൾ വീടുകളിലേക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകൾ വരും, പക്ഷേ വിശുദ്ധ കുർബാന കാണാനായിട്ടെല്ലാം അവസരം പലർക്കും ലഭിക്കാത്തൊരു അവസരത്തിലാണ് ഇന്ന് അതിനുള്ളതായ സൗകര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾക്ക് 7:30 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ആക്കിയത്, 7 മണിക്കുള്ള വിശുദ്ധ കുർബാന 7:30 മണിക്ക് ആക്കിയത് നിങ്ങളുടെ സൗകര്യം ഇത് എത്തിച്ചേരാനുള്ള സൗകര്യം കണക്കിലെടുത്തുകൊണ്ടാണ്. നിങ്ങൾ പരസ്പരം കണ്ടിട്ട് ഒരു പക്ഷേ പല നാളുകളായിട്ടുണ്ടാകാം. ഇപ്പോൾ ഒരുപാട് വർത്തമാനങ്ങളെല്ലാം പറയാനായിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ടായിരിക്കാം. അതിലെ ഒരു കൂടിവരവാണ് ഈ ആദരവിനേക്കാൾ ഉപരി ഒരു സന്തോഷം, ഇടവകയുടെ സന്തോഷമാണ്, പരസ്പരമുള്ളതായ സ്നേഹം പങ്കുവയ്ക്കലാണ് ഇതിലൂടെ സംജാതമാകുന്നത് തന്നെ. നിങ്ങൾ ഈ ഇടവകയ്ക്ക് നൽകിയതായ ആ അടിത്തറയും മേലാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്നിവിടെ നിൽക്കുന്നത് തന്നെ. അതിനുള്ളതായൊരു പ്രതിഫലനമാണ് ഇന്നത്തെ ഈ ആദരവ് ഇന്നേ ദിവസം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് തന്നെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിയർപ്പ്, കണ്ണുനീർ, പ്രാർത്ഥന ഇതെല്ലാം തന്നെ ഈ ഇടവകയ്ക്ക് വേണ്ടി ഇവിടെ നിങ്ങളുടെ നല്ല കാലത്ത് ഇവിടെ നൽകിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ പരിസമാപ്തിയോണം നിങ്ങൾക്ക് ഇടവകയായിട്ട് നൽകുകയാണ് ഇപ്രകാരമുള്ള ഒരു ആദരവ്. ഏതൊരു ആദരവായാലും അത് ലഭിക്കുമ്പോൾ അത് സന്തോഷം തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്നത്. ഇപ്രകാരം നിങ്ങളെ ആദരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ നൽകിയതായ ആ സേവനത്തിന് പ്രത്യേകം ഇടവകയുടെ പേരിൽ നന്ദി അർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കെല്ലാം ദൈവവചനങ്ങൾ പകർന്നു കൊടുത്തും ദൈവവിശ്വാസത്തിന് വളർത്തിക്കൊണ്ടും ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അവരെ വളർത്തിയെടുക്കുവാൻ നിങ്ങൾ കാട്ടിയതായ മാതൃക പിൻതലമുറയ്ക്ക് അത് മാതൃകയാവട്ടെ. നിങ്ങൾ കൊടുത്തതായ വെളിച്ചം ഇവിടെ ഒരു മാർഗദീപമായിട്ട് എന്നും നിലനിൽക്കട്ടെ. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആ അണയാത്ത വിശ്വാസ ദീപം കാത്ത് സംരക്ഷിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നിങ്ങളുടെ പിൻതലമുറക്കാർ. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ പ്രായമായവരെയെല്ലാം കരുതാനോ സ്നേഹിക്കുവാനോ സന്മനസ്സോ അല്ലെങ്കിൽ വിമുഖത കാണിക്കുന്നതായ ഒരു സമൂഹത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഇങ്ങനെയുള്ളതായ ഒരു സമൂഹത്തിൻ്റെ മധ്യയാണ് ഇപ്പോൾ നാം ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നതായ കുടുംബാംഗങ്ങൾ, നിങ്ങളെ പരിപാലിക്കുന്നതായ മക്കളും കൊച്ചുമക്കളും അവർ
നിങ്ങളെ പരിശുദ്ധ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്രകാരമുള്ളതായ അവസരങ്ങളിൽ തീർച്ചയായിട്ടും ഇടവകയും നിങ്ങൾ ഓരോരുത്തരെയും കരുതുന്നതായ ഇടവകയാണ്, ഇടവക സംഘടനകളാണ്, ഇടവക ജനങ്ങളാണ്. നിങ്ങളുടെ ഒരു ആപത്ത് അത് മൊത്തത്തിൽ ഇടവകയുടെ ആപത്തായിട്ട് കണക്കാക്കുന്ന രീതിയിലാണ് പോകുന്നത് തന്നെ. നിങ്ങളുടെ സന്തോഷം അത് ഇടവകയുടെ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്താമെന്ന് പറഞ്ഞിരുന്നത് അഭിവന്ദ്യ മാർ ഔഗൻ മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. എന്നാൽ വിശുദ്ധ കുർബാനയുടെ അവസരത്തിലാണ് തിരുമേനിയുടെ ഫോൺ കോൾ വന്നു. എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല, ചില മീറ്റിങ്ങുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഫോൺ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. ഞാനല്ല, അവിടെ സണ്ണിയേട്ടൻ, നമ്മുടെ സണ്ണിയേട്ടൻ, പൂത്തിങ്ങൽ സണ്ണിയേട്ടൻ ഫോൺ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. ചില എമർജൻസി വല്ല മീറ്റിങ്ങുകൾ വന്നതുകൊണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും, കാരണം നിങ്ങൾ ഓരോരുത്തരും വന്നിട്ടുള്ളത് തിരുമേനിയുടെ എല്ലാം ആ സാന്നിധ്യവും തിരുമേനിയുടെ നിന്നും ലഭിക്കുന്നതായ ആദരവുമെല്ലാം ഒരു വികാരിയേക്കാൾ ഉപരി തിരുമേനിയിൽ നിന്ന് ലഭിക്കുമ്പോൾ അത് തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ആഹ്ലാദം നൽകുന്നതായ വസ്തുതകൾ തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ തിരുമേനിക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. നിങ്ങൾക്ക് അപ്പോൾ ഇടവക വികാരിയിൽ നിന്ന് തന്നെയായിരിക്കാം നിങ്ങൾക്ക് അത് ലഭിക്കാനുള്ളതായ ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയോഗം എന്ന് പറയാം. വേണമെങ്കിൽ ഓരോ മക്കളെയും വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. പല ഭവനങ്ങളിൽ പല പ്രാവശ്യം എത്തിച്ചേർന്നിട്ടുള്ളതാണ് ഈ കാലഘട്ടത്തിനുള്ളിൽ. 3 വർഷത്തിനുള്ളിൽ പല തവണ, 2 തവണ അല്ലെങ്കിൽ 3 തവണയിലേറെ നിങ്ങൾ ഭവനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. ആകിയാൽ ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ. ഇപ്പോൾ തന്നെ വളരെ ഏറെയായിട്ടുണ്ട്. പലർക്കും ജോലിക്കെല്ലാം പോകേണ്ടതായ മക്കളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആദരവ് സംഘടിപ്പിച്ചതായ ഇടവക മെൻസ് അസോസിയേഷനോടുള്ള പ്രത്യേകമായ നന്ദി ഇവിടെ പ്രകാശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ളതായ പരിപാടികളാൽ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ കരുതുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടത് ആവശ്യമാണ്. ഒരു കാര്യം കൂടി അറിയിച്ചിട്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ. 22-ാം തീയതി, അത് നിങ്ങൾക്ക് പ്രായമായുള്ളവർ എല്ലാവരും ഉള്ളതുകൊണ്ട് പറയുകയാണ്. 22-ാം തീയതി, ഈ മാസം 22-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെ ഇവിടെ നമ്മുടെ ഈ പള്ളി ഹാളിൽ ഇടവക വുമൺ യൂത്ത് അസോസിയേഷനും ജൂബിലി മിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് സംയുക്ത ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും ബ്ലഡ് ഡൊണേഷനും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. 9 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അന്നേ ദിവസം ആ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ അവരുടെ സേവനം നൽകുന്നത്. അപ്പോൾ ആ അവസരം നിങ്ങൾ തികച്ചും വിനിയോഗിക്കുക. എല്ലാം മരുന്നുകൾ എല്ലാം സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ എല്ലാം പ്രാഗൽഭ്യം നേടിയിട്ടുള്ളതായ വിദഗ്ധർ, ഡോക്ടർമാരും വിദഗ്ധ വ്യക്തികളുമായിരിക്കും മിഷൻ ഹോസ്പിറ്റലിൽ നിന്നും വരിക. ആകിയാൽ അതോടൊപ്പം തന്നെ തുടർ ചികിത്സയ്ക്ക് നിങ്ങൾക്ക് അവർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അതിനുള്ളതായ ഡിസ്കൗണ്ട് റേറ്റിനുള്ളതായ കാർഡുകൾ എല്ലാം വിതരണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ അവസരം തികച്ചും ജനറൽ മെഡിസിൻ, ENT, ഗൈനക്കോളജി, കാർഡിയാക്ക്, അതുപോലെ തന്നെ കണ്ണ്, പല രീതിയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട്. ഏതൊക്കെയാണ് ഫുൾ എനിക്ക് വാട്സപ്പ് അങ്ങനത്തെ പോസ്റ്റ് നോക്കണം. അപ്പോൾ 9 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ 9 ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സേവനം നിങ്ങൾ ഉപയോഗിക്കുക. അതിന് പുറമെയാണ് ബ്ലഡ് ഡൊണേഷൻ. അത് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ പരമാവധി ആളുകൾ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ക്യാമ്പ് വിജയപ്രദമാക്കാനും പ്രത്യേകം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി ആദരവ് 2026 സംഘടിപ്പിച്ചതായ മെൻസ് അസോസിയേഷനോടും ഇവിടെ എത്തിച്ചേർന്നതായ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് വന്നതായ ഓരോ മക്കളോടും അതുപോലെ തന്നെ മറ്റുള്ളതായ ഓരോ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നമ്മെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ. നന്ദി ജാക്സച്ചൻ. അടുത്ത ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി കേന്ദ്ര മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റവറൻ സിൻഡോ ജോസ് കശിശിയെ ക്ഷണിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ ഇടവകയിലെ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ടവരെ,
ഇടവകാരി ബഹുമാനപ്പെട്ട ജാക്സ് ചാണ്ടി കശീശ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഇടവകയിലെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ അസോസിയേഷനുകൾ, പ്രത്യേകിച്ച് ഇന്ന് ഈ ആദരവ് 2026 സംഘടിപ്പിച്ച ഇടവകയിലെ മെൻസ് അസോസിയേഷൻ, അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ അംഗങ്ങളുമേ, സ്നേഹമുള്ള ഇടവകയിലെ വിശ്വാസി സമൂഹമേ, ഇന്ന് ഈ ഒരു ധന്യമായിട്ടുള്ള മുഹൂർത്തത്തിലാണ് ഈ ദൈവാലയത്തിൻ്റെ അകത്ത് നിൽക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ഈ ഇടവകയിൽ 75 വയസ്സിന് മുകളിൽ പ്രായം ചെന്നവരെ ആദരിക്കുക എന്നുള്ളൊരു നിമിഷം, പ്രത്യേകിച്ച് അതിനെ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നതായിട്ടുള്ള ഇടവകയിലെ മെൻസ് അസോസിയേഷനിലെ കമ്മിറ്റി, അതിനായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അതിനെ മാനേജ് ചെയ്ത് മുൻപോട്ട് നയിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളത് കൂടി അവർ ഈ പ്രോഗ്രാമിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കാലത്തിൻ്റെ നീണ്ട വഴികളിലൂടെ നടന്നു നീങ്ങിയവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുപോലെ തന്നെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരാണ്. പ്രാർത്ഥനയാൽ സഭയെ താങ്ങി നിർത്തിയ ജീവിത സാക്ഷ്യങ്ങളാണ് ഇന്നിവിടെ നമുക്ക് മുൻപിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും, പ്രത്യേകിച്ച് ഇന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങുന്ന വ്യക്തികൾ. വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനകാരൻ പറയുന്നത് ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 92-ന്റെ 14, 12, 14 വാക്യങ്ങളിൽ ഇപ്രകാരം അവിടെ പറയുന്നുണ്ട്. നിങ്ങളെ കുറിച്ചാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീതിമാന്മാർ പനമരത്തിനെ പോലെ വളരും, ലെബാനോനിലെ ദേവദാരു പോലെ ഉയരും, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. തുടർന്ന് വായിക്കുമ്പോൾ ഈ വചനങ്ങൾ ഇവിടെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ കഴിഞ്ഞുപോയ നാളുകളിലൊക്കെയും വർഷങ്ങളിലൊക്കെയും യഹോവ നിങ്ങളെ എപ്രകാരമാണോ നടത്തിയത്, അതേ ശക്തിയിലും ബലത്തിലും ആയുസ്സും ദീർഘായുസ്സും സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമെന്ന് ഉള്ള ഒരു ഉറപ്പ് ഇവിടെ സങ്കീർത്തനകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രായമെന്ന് പറയുന്നത് ഒരു സംഖ്യ മാത്രമാണ്. ഇന്നിവിടെ നമ്മുടെ മുമ്പിൽ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ പല ദൗത്യങ്ങളിലൂടെ അത് പൂർത്തീകരിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. വിശ്വാസത്തിന്റെ ആഴം കൂടുതലായിട്ട് പഠിച്ചവരായിട്ട് നിങ്ങൾ മാറിയിരിക്കുന്നു. കുടുംബങ്ങളെ പണിതുയർത്തുവാൻ തക്കവണ്ണമുള്ള ദൗത്യം നിങ്ങൾ നിർവഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ മക്കളെ വിശ്വാസത്തിൽ നിങ്ങൾ സഭയ്ക്കായിട്ട് നിങ്ങൾ നൽകിയിരിക്കുന്നു. സഭയുടെ ഉയർച്ചയും താഴ്ചയും കണ്ടവരായിട്ട് ഇന്ന് നിങ്ങൾ മാറിയിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോഴും ദൈവത്തിൻ്റെ പ്രത്യാശ കൈവിടാത്തതായിട്ടുള്ള വ്യക്തിത്വങ്ങളായി നിങ്ങൾ ഇവിടെ തീർന്നിരിക്കുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് നിങ്ങൾ ഒരു പാഠപുസ്തകങ്ങളായിട്ട് തീരുകയാണ്. ഇന്നത്തെ തലമുറകൾ അത് കണ്ടുപിടിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ ആദരം 2026 സംഘടിപ്പിക്കുമ്പോഴും നമ്മുടെ യുവതലമുറകൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനോഭാവങ്ങളിലേക്ക് കടന്നു വരേണ്ടത് അനിവാര്യമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒരുപക്ഷെ അവരും ഈ പ്രായങ്ങളിലൂടെയൊക്കെ കടന്നു പോയേക്കാം. അപ്പോൾ അവരിൽ നിന്നുള്ള ഒരു
സമയം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നമ്മുടെ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ അമ്മയെയും അപ്പനെയും ബഹുമാനിക്കുക എന്ന ഒരു നിയമം കൂടി അതിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കട്ടെ. ഈ കൽപ്പനകൾ അനുസരിച്ച് ഇവിടെ ഈ ആദരവ് 2026 ഒരു ചടങ്ങായിട്ട് മാത്രമല്ല, അത് ദൈവം സന്തോഷത്തോടെ കാണുന്ന ഒരു കർത്തവ്യമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. ഇന്നിവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിന്ന് സഭയ്ക്കൊരു കവചമായിട്ട് തീരുന്നു. നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതായിട്ടുള്ള നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഇന്നും നാം ഓരോരുത്തർക്കും ഞങ്ങൾക്ക് അതൊരു മാർഗദർശനങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ഈ സാന്നിധ്യം എന്ന് പറയുന്നത്, ഈ അനുഗ്രഹീതമായിട്ടുള്ള സാന്നിധ്യം തന്നെയാണ് സഭയുടെ ശക്തിയും എന്ന് നാം അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ നമ്മോടൊപ്പമുള്ളത് ഒരു അനുഗ്രഹമായിട്ട് കാണുകയാണ്. കേന്ദ്ര മെൻസ് അസോസിയേഷന്റെ പേരിൽ, സഭയുടെ പേരിൽ നാം ഓരോരുത്തരും നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് അത് തന്നെ. നിങ്ങൾ ഞങ്ങൾക്ക് അമൂല്യമായിട്ടുള്ള നിധികളാണ്. നിങ്ങൾ ഇന്ന് ആദരിക്കപ്പെടുമ്പോൾ ദൈവം നമ്മെ കൂടുതൽ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ നല്ല പ്രവർത്തനങ്ങളിലൂടെ കടന്ന് പോകുവാൻ, അവരെ കൂടി കരുതുവാനായിട്ട് കാണിച്ച മനസ്സുകൾക്ക് പ്രത്യേകം ഈ സമയം ഞാനും നന്ദി അർപ്പിക്കുന്നു. അവസാനമായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് കൃപ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവം നിങ്ങൾക്ക് ആരോഗ്യവും സമാധാനവും ദീർഘായുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ ആദരവ് 2026 സംഘടിപ്പിച്ച മെൻസ് അസോസിയേഷൻ ഇടവക കമ്മിറ്റി അംഗങ്ങളെ, പ്രത്യേകിച്ച് അച്ഛന്മാരെ, പാരിഷ് കൗൺസിൽ അംഗങ്ങളെ, വിശ്വാസികളെ എല്ലാവരെയും ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. ഈ ആദരവ് 2026 ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ഒരു ഗ്രാമത്തിലൊരു വലിയ പള്ളിയുടെ മുന്നിൽ ഒരു വലിയ ആൽമരമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അതൊരു ചെറിയ തൈയായിരുന്നു ആ ആൽമരം. മഴയും കാറ്റും വെയിലുമെല്ലാം അത് കണ്ടു. പലപ്പോഴും കൊടുങ്കാറ്റുകൾ വന്നപ്പോൾ ചില ശാഖകൾ അതിൽ നിന്ന് അടർന്നുപോയി, ചില ഇലകൾ അതിൽ നിന്ന് പൊടിഞ്ഞു. എന്നിരുന്നാലും ആ ആൽമരം വേരുറപ്പിച്ചു നിന്നു. വർഷങ്ങൾ കടന്നപ്പോൾ ആൽമരം വലുതായി വന്നു. ഇന്ന് അതിൻ്റെ ചുവട്ടിൽ കുട്ടികൾ കളിക്കുകയും അനവധി വ്യക്തിത്വങ്ങൾ അതിനെ തണലായിട്ട് ആ തണൽ പറ്റി ഇരിക്കുകയും ചെയ്യുന്നു. മുതിർന്നവർ പ്രാർത്ഥനയോടെ അതിന് ചുറ്റും ഇരിക്കുകയാണ്. ഒരിക്കലും ഒരു കുട്ടി ചോദിച്ചു, ഈ മരം എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് നിൽക്കുന്നത്? അവിടെ ഇരുന്ന ഒരു വൃദ്ധൻ പറഞ്ഞു, ഈ മരം ശക്തമായത് ഇലകൾ കൊണ്ടല്ല, ആഴത്തിലുള്ള അതിൻ്റെ വേരുകൾ കൊണ്ടത്രേ. ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന നമ്മുടെ 75 മുകളിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ ആൽമരം പോലെയാണ്. നിങ്ങൾ സഭയുടെ വേരുകളാണ്. നിങ്ങളുടെ പ്രാർത്ഥന, വിശ്വാസം, സഹനം ഇവയാണ് സഭ ഇന്നും തുടർന്നും അവിടുന്ന് താങ്ങി നിർത്തുന്നത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി സിൻ്റെ അച്ഛൻ. ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇടവക കൈക്കാരൻ ശ്രീ എം ആർ തിമത്തിയെ ക്ഷണിക്കുന്നു. ഈ ആദരവ് 2026 അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയ വികാരി റവറൻ ജാക്സ് ചാണ്ടി കശീശ, അതുപോലെ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച റവറൻ സിൻഡോ ജോസ് കശീശ, സ്വാഗതം ആശംസിച്ച ഇടവക മെൻസ് സെക്രട്ടറി ശ്രീ വർഗീസ് സമ്മണന്തട്ടിൽ, അതുപോലെ തന്നെ എൻ്റെ സഹകൈക്കാരൻ വർഗീസ് തേക്കാനത്ത്, പാരിഷ് കൗൺസിൽ അംഗങ്ങളെ, മറ്റ് ഇടവക വിശ്വാസികളെ, നല്ല വിഷമതകളും മാറ്റിവെച്ച് ഇവിടേക്ക് വന്നിരിക്കുന്ന ഈ പള്ളിയുടെ നെടുംതൂണുകളായ വിശ്വാസികളെ,
മെൻസ് അസോസിയേഷൻ എനിക്ക് പറയാൻ കഴിയും മറ്റെല്ലാ സംഘടനകളും വെച്ച് മഹത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ലൊരു സംഘടനയായിട്ടാണ് മെൻസ് സംഘടന ഇന്ന് നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്നത്. കാരണം നമുക്കറിയാം, വർഷങ്ങളായി നമ്മുടെ ഇടവകയിലാണ് ഡയാലിസിസിനുള്ള കൂപ്പൺ വിതരണവും അതിനുള്ള സഹായങ്ങളും ചെയ്തു വരുന്നത് മെൻസ് അസോസിയേഷനാണ്. എല്ലാ വീടുകളിൽ നിന്നുള്ള ന്യൂസ് പേപ്പറും മറ്റുമെല്ലാം ശേഖരിച്ച് വന്ന് അവരവരുടെ വണ്ടികളിൽ പെട്രോൾ ചെലവ് പോലും എടുക്കാതെ അതൊരു കാരുണ്യ പ്രവർത്തനമായി നിർവഹിച്ചു പോരുന്നതാണ് ഈ സംഘടന. ഒരു സഭയുടെ നട്ടെല്ലെന്ന് പറയുന്നത് അച്ഛൻ തൻ്റെ പ്രസംഗത്തിൽ അവസാന ഒരു കഥയിലൂടെ ആ ആൽമരത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ച് പറയുകയുണ്ടായി. അതുതന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ കാണിച്ചു തന്ന വഴികളിലൂടെയാണ് ഈ പുതുതലമുറ ഞങ്ങളെപ്പോലുള്ളവർ സഞ്ചരിക്കുന്നത്. നിങ്ങളാണ് ഈ സഭയുടെ നട്ടെല്ല്. അത് 45 വയസ്സിന് മുകളിലുള്ള വിവേചന ശക്തിയുള്ള ബുദ്ധിയും ശക്തിയും ഒപ്പം തന്നെ നല്ല മനസ്സുമുള്ള ഒരു സംഘടനയായിട്ടാണ് ഇന്ന് സഭയിൽ മെൻസ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരിപാടി ഇവിടെ ആലോചിക്കുമ്പോൾ എൻ്റെ ഇടവക മെൻസ് സെക്രട്ടറി ശ്രീ അമൃതട്ട വർഗീസ് പറയും, ഞാനായിട്ടാണ് അവനെ കൊണ്ടുവന്നതെന്ന്. അങ്ങനെ പുതിയ പുതിയ ആൾക്കാരെ ഭാവി കാലങ്ങളിലേക്ക് പുതിയ ഈ പള്ളിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വരാനായിട്ടുള്ള താല്പര്യവും ആ വ്യക്തി കാണിച്ചു. ആ വ്യക്തി 1 മാസം മുമ്പ് തന്നെ ഇങ്ങനൊരു ചടങ്ങ്, ഇങ്ങനൊരു ആദരവ് കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും നല്ല കാര്യങ്ങളാണ്. അവിടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ ചർച്ച ചെയ്തു. എനിക്കറിയാം, 1 മാസക്കാലമായി നിങ്ങളെ നിരന്തരം വിളിക്കുകയും ഇന്ന് ഈ പള്ളി അകം ഞായറാഴ്ചകൾ അധികമായിട്ട് നിറഞ്ഞു കവിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു ഇടവക കൈക്കാരെന്നുള്ള രീതിയിൽ എനിക്ക് ഒരു സങ്കടമുണ്ട്. കാരണം അച്ഛനെ ഇവിടെ സൂചിപ്പിച്ചു, ഇന്ന് കാലത്താണ് നമ്മുടെ തിരുമേനി ചില മീറ്റിങ്ങുകളുടെ അസൗകര്യം മൂലം ഇന്ന് വരാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. എനിക്കറിയാം, ഇവിടെ വന്നിരിക്കുന്ന ഈ 75 വയസ്സിന് മുകളിലുള്ള എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ആദരവ് ഏറ്റുവാങ്ങുക, അതായിരിക്കും അവരുടെ മനസ്സിൽ. അച്ഛനിത് പറഞ്ഞ വശം ഞാൻ മുന്നിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ മുന്നിലുള്ള ചേച്ചിമാരുടെയൊക്കെ മുഖം പെട്ടെന്ന് മ്ലാനമായി. എന്ത് ചെയ്യാം? എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ഇതുവരെ കണ്ടുവന്നിരിക്കുന്നത് VIP-കളായാലും VVIP-കളായാലും രാത്രി 12 മണിക്കുള്ളിൽ തന്നെ ഇന്നത്തെ മീറ്റിങ്ങുകളോ അല്ല മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കത് സാധിച്ചില്ല. ഇന്നലെ വരെ വരാമെന്ന് എത്തിയിരുന്നാണ്. പക്ഷേ എന്തോ അർജൻറ്റായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാൻ വന്നില്ല. അപ്പം എന്തായാലും ഇന്നത്തെ പരിപാടി ഭംഗിയാവട്ടെ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇടവക ദിനത്തിൽ നമ്മുടെ ഫംഗ്ഷനിൽ വെച്ച് നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി, നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള ജാക്സ് ചാണ്ടി അച്ഛൻ ഒരു ടൈമും കൂടിയും നമ്മുടെ ഇടവകയിൽ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ സ്വപ്നം പൂവണിഞ്ഞാണ്. എല്ലാവർക്കും അറിയാം, ഈ പള്ളിയിലേക്ക് വേറെ വരുമാനമൊന്നുമില്ല. ആകെ ഹോളൊക്കെ നോയമ്പായി കഴിഞ്ഞാൽ ഒന്നും പോവില്ല, അല്ലാത്ത സമയത്ത് 1 or 2 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ, കാരണം നമ്മുടെ ഇവിടെ പാർക്കിംഗ് സൗകര്യമില്ല. പക്ഷേ പാരിഷ് കൗൺസിൽ അംഗങ്ങളും കൈക്കാരന്മാരും അച്ഛനും ഒരുമിച്ച് നിന്നുകൊണ്ട് പലരെ പോയി കാണുകയും അവരോട് കാര്യങ്ങൾ പറയുകയും, ഈ അച്ഛൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു 4-5 ലക്ഷത്തോളം നമ്മുടെ FD പോലെ നമുക്ക് അടുത്ത ന്യൂ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ സ്വരൂപിക്കാൻ സാധിച്ചു എന്നുള്ളത്
എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് മുന്നിൽ പറയാം. ഒരു ടൈമും കൂടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നം പൂവണിഞ്ഞാൻ. അത് നമുക്ക് കണ്ടു കാണാം. ഏപ്രിൽ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ് ഇവിടെ സ്ഥലം മാറ്റം. എന്തൊക്കെയായാലും ഈ മെൻസ് സംഘടിപ്പിക്കുന്ന ഈ ആദരവ് പരിപാടി ദൈവാനുഗ്രഹം കൊണ്ട് ഏറ്റവും ഭംഗിയായി തീർത്തുന്നുള്ള സന്തോഷവും നിങ്ങളുടെ മുന്നിൽ നിറച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ തിമോത്തി. അടുത്തത് ആദരിക്കൽ ചടങ്ങാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നവരുടെ പേരുകൾ വായിക്കും. അവർ അച്ഛൻ്റെ അടുത്ത് വന്ന് ആദരവ് ഏറ്റുവാങ്ങേണ്ടതാണ്. വരാൻ സാധിക്കാത്തവർ അവിടെ തന്നെ ഇരുന്നാൽ മതി. അച്ഛൻ അങ്ങോട്ട് അടുത്തേക്ക് വരുന്നതായിരിക്കും. പുല്ലോക്കാരൻ ദേവസി മകൻ ജോസ്. അവിടുത്തുള്ളവരും കല്ലുട്ടുഴി ലോനപ്പൻ ഭാര്യ സിസിലി. കല്ലുട്ടുഴി ലോനപ്പൻ ഭാര്യ സിസിലി. അഞ്ചേരി അന്തോണി മകൻ ജോണി. എല്ലാം ഓർഡറിൻ്റെ ഓർഡർ തെറ്റാണ്. പക്ഷെ അങ്ങനെ കിട്ടില്ല. ഇതൊക്കെ ഓർഡർ ആയിട്ടില്ല. ജോണി തന്നെ കേട്ടോ. അഞ്ചേരി ജോണി ഭാര്യ മേരി. ഞാൻ വിളിക്കാം. പാറമേൽ ജേക്കബ് ഭാര്യ അച്ചമ്മ. തിരിച്ചെടുത്തു കേട്ടോ. ശരി. പാലിശ്ശേരി ഐസക് ഭാര്യ സുശീല. പാലിശ്ശേരി ഐസക് ഭാര്യ സുശീല. കുന്നങ്കട ആൻ്റെ ഭാര്യ ശാന്ത. കുന്നട വന്നിട്ടല്ലോ. അങ്ങോട്ട് കൊണ്ടുവെക്കോ. അങ്ങോട്ട് കൊണ്ടുവന്നല്ലേ. അങ്ങോട്ട് കൊണ്ടുവെക്കോ. അടുത്തത് കൂനമ്പലാക്കൽ ലോനപ്പൻ ഭാര്യ മേരി എത്തിയിട്ടുണ്ടാവില്ല. ചാലിശ്ശേരി റപ്പായി എത്തിയിട്ടുണ്ടാവില്ല. കൈപ്പറമ്പൻ ആൻ്റണി ഭാര്യ മേരി. ഇങ്ങോട്ട് വരും. കൈപ്പറമ്പൻ ആൻ്റണി ഭാര്യ മേരി. എലിവത്തിങ്കൽ ദേവസി മകൻ പൊറിഞ്ചു. എലിവത്തിങ്കൽ ദേവസി മകൻ പൊറിഞ്ചു. ചാലിശ്ശേരി തോമസ് ഭാര്യ എൽസി.
ചാലിശ്ശേരി തോമസ് ഭാര്യ എൽസി. പാലിശ്ശേരി കുഞ്ഞുവറീത് മകൻ ജോസ്. പാലിശ്ശേരി കുഞ്ഞുവറീത് മകൻ ജോസ് എത്തിയില്ല. ചെറുവത്തൂര് റാഫേൽ മകൻ തോമസ്. ചെറുവത്തൂര് റാഫേൽ മകൻ തോമസ്. സൈഡ് പിടിച്ചോ. അദ്ദേഹത്തിൻ്റെ ഭാര്യ തങ്കമ്മ. തങ്കമ്മ. അങ്ങോട്ട് ഇറങ്ങി. ഓവുങ്ങൽ കാക്കുമകൻ പോള് വന്നിട്ടില്ല. കുന്നത്ത് പറമ്പിൽ ജോണി ഭാര്യ റോസി. കുന്നത്ത് പറമ്പിൽ ജോണി ഭാര്യ റോസി എത്തിയിട്ടില്ല. ഇമ്മട്ടി തിമ്മത്തി ഭാര്യ താണ്ടു. ചിറക്കേക്കാരൻ അന്തപ്പൻ മകൻ പോള്. ചിറക്കേക്കാരൻ അന്തപ്പൻ മകൻ പോള്. കാരപ്പറമ്പിൽ ജോസ് ഭാര്യ റോസി. കാരപ്പറമ്പിൽ ജോസ് ഭാര്യ റോസി ഒന്നുണ്ടാ. ആ ഓക്കെ. താഴ്ത്ത ജോൺ ഭാര്യ മേരി. താഴ്ത്ത ജോൺ ഭാര്യ മേരി. എടക്കുളത്തൂർ ലോന മകൻ ഡേവിസ്. എടക്കുളത്തൂർ ലോന മകൻ ഡേവിസ്. തിരിച്ചോ. കാങ്ങപ്പാടൻ പോൾ മകൻ ജോസ്. കാങ്ങപ്പാടൻ പോൾ മകൻ ജോസ്. ഇമ്മട്ടി തോമസ് ഭാര്യ റോസി. ഇമ്മട്ടി തോമസ് ഭാര്യ റോസി. ആലങ്ങാട്ടുകാരൻ ചാക്കുണ്ണി ഭാര്യ ചിന്നമ്മ. ആലപ്പാടൻ വറീദ് മകൻ ജോയ്. കിടങ്ങൂക്കാരൻ റപ്പായി മകൾ റോസിലി. കിടങ്ങൂക്കാരൻ റപ്പായി മകൾ റോസിലി. കോനിക്കര വറീദ് മകൻ ദേവി. നീറോലിപ്പാടൻ അന്തോണി മകൻ ഡേവിസ്. പുതുശ്ശേരി ചുമ്മാർ ഭാര്യ അന്നമ്മ. പുതുശ്ശേരി ചുമ്മാർ ഭാര്യ അന്നമ്മ. എലുവത്തിങ്കൽ പോൾ ഭാര്യ അമ്മിണി. എലുവത്തിങ്കൽ പോൾ ഭാര്യ അമ്മിണി. ചെറിയത്ത് ജോസ് ഭാര്യ രാജമ്മ. ചെറിയത്ത് ജോസ് ഭാര്യ രാജമ്മ. ചിറമൽ വർഗീസ്. ചിറമൽ വർഗീസ്. ചിറമൽ വർഗീസ് ഭാര്യ അമ്മിണി. എന്താ വന്നിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ടുണ്ട്. രണ്ടാൾക്കും വേണ്ടി അദ്ദേഹം മേടിക്കും. രണ്ടാളും കൊടുത്തു. ചിറമൽ വർഗീസിന് വേണ്ടിയും ചിറമൽ വർഗീസ് ഭാര്യ അമ്മിണിക്ക് വേണ്ടിയും മകൻ ഡെന്നീസ് ആദരവ് ഏറ്റുവാങ്ങുന്നതാണ്.
എന്താ ആ മകൻ മേടിക്കുന്നു പറഞ്ഞു. ശരി, ഓക്കെ. എലുവത്തിങ്കൽ മാതിരി ടീച്ചർ, എലുവത്തിങ്കൽ മാതിരി ടീച്ചർ വന്നിട്ടില്ല. കാളത്തോട്ടുകാരൻ തോമസ് മകൻ അന്തപ്പൻ, കാളത്തോട്ടുകാരൻ ദേവസി മകൻ ലാസർ, ചിറ്റിലപ്പള്ളി ജോസ് ഭാര്യ ചിന്നമ്മ, ചിറ്റിലപ്പള്ളി ജോസ് ഭാര്യ ചിന്നമ്മ, കുണ്ടുകുളങ്ങര ലാസർ ഭാര്യ ലില്ലി വന്നിട്ടില്ലേ. കൈപ്പറമ്പൻ ജോസഫ് മകൻ ബേബി, കൈപ്പറമ്പൻ ജോസഫ് മകൻ ബേബി, തൈക്കാടൻ ഔസഫ് മകൻ ഫ്രാൻസിസ് ഭാര്യ തങ്കമ്മ നർമ്മന്നല്ല. ചിതലൻ കുഞ്ഞുവറീത് ഭാര്യ സാറ, വല്ലച്ചിറക്കാരൻ വറീദ് മകൻ ജേക്കബ്, ഇത്രയും പേരുകളാണ് ഇന്നിവിടെ തന്നിട്ടുള്ളത്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ. ആരാ ആരാ ആളെ പേര്? വയസ്സ് 75 കഴിഞ്ഞിട്ടുണ്ടോ ഡേവിസണ്ണെ? ആ ശരി. അടുത്തത് മറുപടി പ്രസംഗത്തിനായി ശ്രീ അന്തപ്പൻ കാളത്തോട്ടുകാരനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ വൈദികരെ, എത്രയും സ്നേഹമുള്ള ഇടവക അംഗങ്ങളെ, നല്ലൊരു പ്രാർത്ഥനാ ഗാനത്തോടെ നല്ലൊരു അന്തരീക്ഷത്തിൽ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ബർത്ത്ഡേ മധുരത്തിൻ്റെ പിൻബലത്തിലാണ് ഇന്നിവിടെ ഈ ചടങ്ങ് ആരംഭിച്ചത്. നമ്മളെല്ലാവരും ആ ബർത്ത്ഡേ ബോയ്ക്ക് ബർത്ത്ഡേ ദിനാശംസകൾ നൽകിയെങ്കിലും അദ്ദേഹം എൻ്റെ ഒരു സഹപാഠിയും കൂട്ടുകാരനെല്ലാമാണ്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ മിസ്റ്റർ ജേക്കബിന് എൻ്റെ ജന്മദിനാശംസകൾ ഞാൻ ഒരിക്കൽ കൂടി അർപ്പിക്കുകയാണ്. മെയ്സ് എന്ന ഈ സംഘടന ഈ ഇടവകയിൽ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാധു സംരക്ഷണ പദ്ധതികളും ധനസഹായ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടത്തിയിട്ടുണ്ട്. ആദരിക്കേണ്ടവരെ ആദരിക്കാനും കരുതേണ്ടവരെ കരുതാനും ഈ ഇടവകയിലെ മെയ്സ് ഒരിക്കലും മറന്നിട്ടില്ല. ഇന്ന് അവരുടെ നല്ല നല്ല പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായി ഈ ഇടവകയിലെ ഒരു പ്രത്യേക പ്രായപരിധിക്ക് അപ്പുറത്തുള്ളവരെ കണ്ടെത്തി അവരെ പ്രത്യേകമായിട്ട് കരുതാനും അവരെ ആദരിക്കാനും, അങ്ങനെ കരുതലും സ്നേഹവും ആദരവും എല്ലാം ഇണക്കി ചേർത്തുകൊണ്ട് നല്ലൊരു സംഗമവേദിയാണ് മെയ്സ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത്രയും നിശ്ചയത്തോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ചിട്ടപ്പെടുത്തിയതായ ഈ ചടങ്ങിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള
ബേസിൻ്റെ സെക്രട്ടറി ശ്രീ വർഗീസ് അമ്മണന്തട്ടിൽ, മറ്റ് ഭാരവാഹികൾ, സഹപ്രവർത്തകർ, ഈ ചടങ്ങിനെ ഏറ്റവും മനോഹരമാക്കാൻ സഹായിച്ചിട്ടുള്ള മറ്റ് സംഘടനകളിലെ അംഗങ്ങൾ, ഏവരോടും നിങ്ങൾ ഓരോരുത്തരുടെയും അഭിനന്ദനങ്ങൾ ആദ്യമേ അറിയിക്കട്ടെ. ഇന്ന് ഇവിടെ ആദരിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ളവർ ആരും തന്നെ, ഞാനടക്കമുള്ള അംഗങ്ങളിൽ ആരും തന്നെ ഒരു പ്രത്യേക വ്യക്തിപ്രഭാവമോ പ്രത്യേകമായ കഴിവുകളോ ഒന്നും തെളിയിക്കപ്പെട്ടിട്ടല്ല ഇങ്ങനെ ഒരു ആദരവിന് ഞങ്ങളെ അർഹരാക്കിയത്. ആയുസ്സും ആരോഗ്യവുമൊക്കെ സർവശക്തനായ ദൈവം നൽകുന്ന മഹാദാനമാണ്. അതൊന്നു മാത്രമാണ് ഇത്തരത്തിലുള്ളതായൊരു ആദരവിന് നിങ്ങളെല്ലാം അർഹരാക്കിയത്. അതുകൊണ്ട് തന്നെ കാരുണ്യവാനായ ദൈവത്തിന് ആദ്യമേ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് പല വിദേശ രാജ്യങ്ങളിലും പ്രായമായവർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ കാര്യമായ ആനുകൂല്യങ്ങളും സഹായങ്ങളൊക്കെ നൽകി വരുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായി നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലും അതിൻ്റെ മാറ്റം കണ്ടുവരുന്നു. മുതിർന്നവരെ ബഹുമാനിക്കാനും അവരെ കരുതാനും ആദരിക്കാനുള്ളതായ ഒരു സ്ഥിതിവിശേഷം അത് സമൂഹത്തിൽ വലിയൊരു മാറ്റമാണ് കാണിക്കുന്നത്. സർക്കാർ തലത്തിലും ഒരുപാട് ഇളവുകൾ മുതിർന്ന പൗരന്മാർക്ക് നൽകുന്നുണ്ട്. നമുക്കറിയാം, 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ ഇന്ന് സീനിയർ സിറ്റിസൺ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. പലതരത്തിലുള്ള യാത്രാ ഇളവുകളൊക്കെ നമുക്ക് ലഭിക്കുന്നു. സർക്കാരിൻ്റെ മറ്റ് നിയമത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ വലിയ നികുതി ഇളവുകൾ ഇപ്പോൾ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ വരുമാന പരിധിയെ മറികടന്നുകൊണ്ട് പ്രായപരിധിയെ കണക്കാക്കിക്കൊണ്ട് നികുതി ഇളവുകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അങ്ങനെ സമൂഹവും സർക്കാരൊക്കെ പ്രായമായവരെ മാനിക്കുന്നു, കരുതുന്നു എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്തരത്തിലുള്ളതായ ആദരവുകളും കരുതലുമൊക്കെ പ്രായമാകുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ആ ഊർജം ക്ഷയിച്ചു പോകും. ആ ക്ഷയിച്ചു പോകുന്ന ഊർജത്തെ വീണ്ടെടുക്കാനോ നിലനിർത്താനോ ഇത്തരത്തിലുള്ളതായ ആദരവുകളും കരുതലുകളൊക്കെ ഏറെ ഉപകാരപ്രദമാണ്. ഇന്ന് ഇവിടെ അതിമനോഹരമായിട്ട് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതായ ഇതിൻ്റെ പ്രവർത്തകരെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. അപ്രതീക്ഷിതമായി എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചടങ്ങിന് ഒരു കുറവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാനുള്ളത്. നമ്മുടെ വികാരിയച്ഛൻ നമ്മളെ ഇടവകയിലെ ചാർജ് എടുത്തതോടുകൂടി ചുരുക്കം ചില ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ വികാരിയച്ഛൻ നമ്മളുടെ മനസ്സിൽ സ്ഥാനം നേടി. അടുത്ത ചുരുക്കം ദിവസങ്ങളിൽ ആ ആത്മബന്ധം കുറേ കൂടി ദൃഢമായി. അന്ന് തുടങ്ങി നമ്മുടെ മനസ്സിൻ്റെ വേദന. നമ്മളൊരു പാട്ട് പാടാറുണ്ടല്ലോ, എന്നു വരും നീ, എന്നു വരും നീ. അതൊരു പ്രതീക്ഷയുടെ നെയ്ത്തിരിയാണെങ്കിൽ എന്നു പോകും നീ, എന്നു പോകും നീ, അതൊരു വേദനയുടെ കരിന്തിരിയായിട്ട് അനുഭവപ്പെടും. നമ്മുടെ വികാരിയച്ഛന് അധികം നാളുകളിവിടെ ഇല്ല എന്ന് നമ്മളൊക്കെ കരുതുന്നുണ്ടെങ്കിലും തിമത്തി പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അടുത്ത ഒരു 3 വർഷം കൂടി വികാരിയച്ഛൻ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതായ
ഒരു പ്രതീക്ഷ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു. ഇതുതന്നെയായാലും വികാരിയച്ഛൻ്റെ കാലഘട്ടത്തിൽ വികാരിയച്ഛനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതായ ഒരു ആദരവിന് അവസരം ലഭിച്ചു എന്നുള്ളതായ ആ നല്ല ഓർമ്മകൾ എന്നെന്നും നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കും. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അംഗങ്ങളോടും ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഈ ചടങ്ങിൻ്റെ ശോഭയ്ക്ക് മാറ്റുകൂട്ടാൻ ഇതാ നമ്മുടെ കേന്ദ്ര മെയ്സ് അസോസിയേഷൻ പ്രസിഡൻറ്റ് ടിൻഡു അച്ഛൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടും ഉള്ള നന്ദിയും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ഇതിൻ്റെ ഈ സംഘാടകരോടും നമ്മളുടെ വികാരിയച്ഛനോടും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരോടും ഈ അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ്. അതോടെ ഈ രംഗം ഇനിയുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ മെയ്സ് തുടർന്ന് നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും കാര്യമായ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് അത് നേരത്തെ തിമത്തി ഇവിടെ സൂചിപ്പിച്ചു. മെയ്സ് സംഘടനയാണ് ഏറ്റവും ശക്തമായതെന്ന് യാതൊരു സംശയവുമില്ല. നമ്മൾക്ക് ഇടവകയിൽ ധാരാളം സംഘടനകളുണ്ട്. മഹിളാ സമാജം, യൂത്ത് അസോസിയേഷൻ, മെയ്സ്, വിമൻസ് യൂത്ത്, അങ്ങനെ നിരവധി സംഘടനകൾ, എല്ലാം തന്നെ ഭക്ത സംഘടനകളെന്നാണ് നമ്മൾ പൊതുവെ വിളിക്കുന്നത്. പക്ഷെ അതിലേറ്റവും ശക്തമായത് മെയ്സ് എന്ന സംഘടന തന്നെയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. യുവത്വത്തിൻ്റെ അതിപ്രസരം അസ്തമിച്ചു തുടങ്ങുമ്പോഴാണ് മെയ്സിലേക്കുള്ള അംഗത്വം ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഏറെ അനുഭവ സമ്പത്തുള്ള, ഏറെ പ്രാപ്തരായ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന അംഗങ്ങളാണ്. അങ്ങനെ ഒരു വലിയ കൂട്ടമാണ് മെയ്സിനുള്ളത്. ഈ മെയ്സിന് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് സഭ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ സങ്കീർണങ്ങളായ പരീക്ഷണങ്ങളിലെയും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ മെയ്സ് ശക്തമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു കരുതൽ. ഏതായാലും നിങ്ങളേവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി അന്തപ്പെട്ടൻ. കേന്ദ്ര മെൻസ് അസോസിയേഷൻ്റെ ഒരു അറിയിപ്പുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 22-ന് കാർഡിയൻ സെൻറ്ററിൽ വെച്ച് ഉച്ചരിഞ്ഞ് 4 മണിക്ക് 40 വർഷം വിവാഹ ജീവിതത്വം പൂർത്തീകരിച്ച 40 വർഷം പൂർത്തീകരിച്ച ദമ്പതിമാരെ ആദരിക്കുന്നു. അന്ന് തന്നെ മെയ്സിൻ്റെ കരാക്ക ഗാനമേളയും മെയ്സ് അംഗങ്ങളുടെ കരാക്ക ഗാനമേളയും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരുകൾ 15-ാം തീയതിക്കുള്ളിൽ അവരെ ഭാരവാഹികളെ അറിയിക്കേണ്ടതാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി പി ഫ്രാൻസിസ് ഇടവകര ട്രഷററെ ക്ഷണിക്കുന്നു. ഇടവക മെയ്സിൻ്റെ ആഭിമുഖ്യത്തിൽ 75 വയസ്സിൽ കൂടുതൽ പൂർത്തിയായവരും അതിൽ കൂടുതലുമുള്ള വ്യക്തികളെ ആദരിക്കുന്ന ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച നമ്മുടെ വികാരി ജാക്സാണ്ടി അച്ഛന് ഇടവക മെയ്സിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര മെയ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ഫാദർ സിൻഡോ ജോസ് അച്ഛന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ആശംസയർപ്പിച്ച് സംസാരിച്ച കൈക്കാരൻ തിമത്തി മാളിയേക്കൽ, സഹകൈക്കാരൻ വർഗീസ് തൈക്കാനത്ത്, പാരിഷ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാറ്റിനും ഉപരിയായി ഈ ചടങ്ങിന് മെയ്സിൻ്റെ ക്ഷണപ്രകാരം ഇവിടെ എത്തി മെയ്സിൻ്റെ ആദരവ് സ്വീകരിക്കാനെത്തിയ എല്ലാ വ്യക്തികൾക്കും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ബാക്കി എല്ലാ സംഘടനാ അംഗങ്ങൾക്കും ഇടവക വിശ്വാസികൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. ആശീർവാദത്തിന് മുമ്പ് 1-2 വാക്ക് പറഞ്ഞോട്ടെ. ഈ 15-ാം തീയതി നമ്മളുടെ വലിയ നോയമ്പ് ആരംഭിക്കുകയായി. വലിയ നോയമ്പിൻ്റെ തലേ വെള്ളിയാഴ്ച, അതായത് 13-ാം തീയതിയാണ്
നമ്മളിൽ നിന്ന് വേർപെട്ടു പോയതായ നമ്മുടെ പൂർവികരെ സ്മരിക്കുന്ന അന്യത തിരുനാൾ. അവരെ അടക്കം ചെയ്തതായ ശവക്കോട്ടകൾ കുഴികളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. തലേദിവസം അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ഇവിടെ വിശുദ്ധ കുർബാനയും തുടർന്ന് പള്ളിയകത്ത് പൊതു അന്യത ശുശ്രൂഷയും ഉണ്ടായിരിക്കും. 15-ാം തീയതി മുതൽ നമ്മൾ നോയമ്പ് ആരംഭിക്കുകയായി. നോമ്പ് കാലഘട്ടങ്ങളിൽ യൂണിറ്റ് പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് മെയ്സിൻ്റെ ആഭിമുഖ്യത്തിലാണ് നടത്തപ്പെടുക. എല്ലാ വർഷവും അപ്രകാരം തന്നെ നടത്തപ്പെടുന്നത്. ആദ്യം അപ്രയം യൂണിറ്റിലാണ്, അത് 2:45 മണിക്കാണ് അപ്രയം യൂണിറ്റിൻ്റെ പ്രാർത്ഥനാ യോഗം അവിടെ കൂടുന്നത് 15-ാം തീയതി. പിന്നെയുള്ളതായ ആഴ്ചകളിൽ അതിൻ്റെ സമയം അറിയിക്കുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പള്ളിയിൽ ഒഫീഷ്യലായിട്ട് അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അത് ആ കാലഘട്ടത്തിലുള്ളതായ യൂണിറ്റ് പ്രാർത്ഥന ഇടവക മെയ്സിൻ്റെ ആഭിമുഖ്യത്തിലാണ് നടത്തുന്ന കാര്യം ഓർമ്മിച്ചുകൊള്ളുന്നു. ആശീർവാദത്തിന് ശേഷം മക്കൾ ഇവിടെ നിങ്ങളെല്ലാവരും ആദരിക്കപ്പെട്ടതായ വ്യക്തികൾ അവരവരുടെ കസേരകളിൽ ഷോൾ പുതച്ചുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളതായ വിശ്വാസ സമൂഹം അതിന് പുറകിൽ നിൽക്കുക. ഒരു ഫോട്ടോ സെക്ഷന് വേണ്ടിയാണ്. അതുകൂടി കഴിഞ്ഞിട്ടാണ് ഈ ഫംഗ്ഷൻ അവസാനിക്കുകയുള്ളൂ. ബാറിക്മാർ ബഹുബഗ്ദാൻ ഹോം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും ഇന്നുമെല്ലാം ഇപ്പോഴും ഈ ആലയത്തിന്മേലും ഇവിടെ കൂടി വന്നിരിക്കുന്നതായ ഓരോ മക്കളുടെ മേലും അവരുടെ ഭവനങ്ങളുടെ മേലും പ്രത്യേകിച്ച് ഈ ആദരവ് 2026 പരിപാടിയിലും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. സന്തോഷത്തിലും സന്താപത്തിലും സന്നിധി കൂടെയുണ്ട്, ലോകാന്ത്യത്തോളം കൂടെയുണ്ട് ഞാൻ, എന്നും വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ പാടുവീ നല്ലതാം ഗാനങ്ങളാ, പാടി സ്തുതിക്കാം നാം തൻ്റെ നാമം. മോടിയായി ദീനത്തിൽ പാടി സ്തുതിക്കാം നാം തൻ്റെ നാമം. മോടിയായി ദീനത്തിൽ